ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുന്ന ഹാസ്യ നടൻ, നമ്മുടെയൊക്കെ സ്വന്തം ശ്രീനിവാസൻ. മലയാളക്കരയിൽ നമുക്കൊരു അഭിമാനമായ ശ്രീനിവാസൻ. ഇദ്ദേഹത്തിന് പകരം വെക്കാൻ ഒരാളുണ്ടോ? 1976 P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. ഈ 2025 വരെ നമ്മളെ രസിപ്പിച്ച്, നമ്മളെ കരയിപ്പിച്ച്, നമ്മളെ ചിന്തിപ്പിച്ച് അദ്ദേഹം നമ്മളെ വിട്ടുപോകുമ്പോൾ എന്താ അറിയില്ല, ഒരു പ്രത്യേക വല്ലാത്തൊരു കുത്താണ് ഈ ഹൃദയത്തിനുള്ളിൽ. എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും. സിനിമാ ജീവിതത്തിലെ പോലെ തന്നെ കർക്കശമായിരുന്നു അദ്ദേഹം ജീവിതത്തിലും. തെറ്റു കണ്ടാൽ അത് മുഖം നോക്കാതെ വിമർശിക്കാനുള്ള ഒരു പവർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉള്ള ഒരു സംഭവം അല്ല കേട്ടോ, അത് ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖം നോക്കാതെ ആർക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിക്കും. അത് ഉന്നയിക്കുമ്പോൾ അതിന് നല്ലൊരു പവർ ഉണ്ടായിരിക്കും, ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കും. ഇനി അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു സിനിമ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സന്ദേശം പറഞ്ഞു, അടുത്ത് അറബിക്കഥ. അറബിക്കഥ വന്നപ്പോൾ നമ്മളെ കേരളത്തിൽ ഒരുപാട് എന്താ പറയാ, ഒരു വിവാദക്കാരുന്ന സിനിമയായിരുന്നു. അത് കൃത്യമായിട്ട് അതിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്, കൃത്യമായിട്ട് പല രാഷ്ട്രീയത്തെയും പല സമൂഹത്തിലെ പല സംഭവങ്ങളെയും കൃത്യമായിട്ട് വിമർശിക്കുന്ന ഒരു സിനിമയാണ്. അത് അറബിക്കഥ പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസന് മാത്രം അങ്ങനെ അഭിനയിക്കാൻ കഴിയുള്ളൂ, അദ്ദേഹത്തിന് മാത്രമേ അങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. ആ ശ്രീനിവാസൻ ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ ആ സിനിമയെ നെഞ്ചത്തേറ്റിയത്, അല്ലെ? സാധാരണ മനുഷ്യരുടെ ജീവിതം അസാധാരണമായി പറഞ്ഞ സിനിമാ ജീവിതം, കാലം എത്ര മാറിയാലും ഒരു പഴക്കവും തട്ടാത്ത സിനിമാ ജീവിതവും എഴുത്തും. ഇതാണ് ശ്രീനിവാസൻ സിനിമകൾ. അഭിനയമായിക്കോട്ടെ, തിരക്കഥ ആയിക്കോട്ടെ, കഥ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ. ഇനി അദ്ദേഹം ഒരു സിനിമയെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, ആ പടം തന്നെ. എന്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഈ ഒരു ദുഃഖവാർത്ത അറിഞ്ഞിട്ടാണ് വന്നത്. നമ്മൾ വിട്ടു പോയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ നാടോടിക്കാറ്റ് സിനിമ, ദാസ വിജയ എന്നുള്ള, അതൊക്കെ നമ്മളെ കേരളക്കാരെ മറക്കുവോ? ഒരിക്കലും മറക്കില്ല. മോഹൻലാലും നമ്മളെ ശ്രീനിവാസനും കൂടെയുള്ള ആ കൂട്ടുകെട്ട്, സത്യനന്ദിക്കാട്, പ്രിയദർശൻ, അതിലേക്ക് മുകേഷ് വരുന്നു. ഓ എന്റെ അമ്മ, ആ ഒരു കാലഘട്ടം ഒരു വല്ലാത്ത തന്നെ അല്ലേ. അഭിനയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വെറും ഒരു ഹാസ്യ നടൻ മാത്രമായിരുന്നില്ല. നായകരുടെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, സീരിയസ് വേഷങ്ങൾ, സെൻസിറ്റീവ് വേഷങ്ങൾ, സൈക്കോ പോലുള്ള വേഷങ്ങൾ പോലെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വടക്കു നോക്കി യന്ത്രം, സന്ദേശം, ഈ 2 പടം തന്നെ എടുത്തു പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമള. ഈ വടക്കു നോക്കി യന്ത്രത്തിലെ ഒരു സൈക്കോ പോലുള്ള ഒരു കഥാപാത്രമാണ്. സ്വന്തം ഭാര്യയ്ക്കായിട്ട് കൂടുതലായതുകൊണ്ട് അതിലൊരു കോംപ്ലക്സ് വന്നിട്ട് ആകെ ഒരു മാനസികമായൊരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കഥാപാത്രം. ചിന്താവിഷ്ടയായ ശ്യാമള ആയിക്കോട്ടെ, നമ്മളെ മണ്ഡല സീസണാണ് ഇപ്പോൾ. ഒരു നിരീശ്വരവാദി, അയാൾ ഒരു മാല ഇടുന്നു, മാല ഇട്ടതിന് ശേഷം പക്ക ഒരു സന്യാസിയെ പോലെ, കുടുംബവും എല്ലാം ഒഴിവാക്കി ഒരു സന്യാസി പോലെ ആവുന്നു. ഇതൊക്കെ അദ്ദേഹം ചിന്തിപ്പിക്കുകയാണ്. ഈ സമൂഹത്തിനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സന്ദേശം ആയിക്കോട്ടെ, ഇന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പടമാണ് സന്ദേശം. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്താ വെച്ചാല്, അദ്ദേഹം നമുക്കറിയാം ചില ഹ്യൂമർ കാര്യങ്ങളൊക്കെ അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചായിരിക്കും. അത് ആ കഴിഞ്ഞ പിന്നെ എടുത്തു നോക്കുമ്പോൾ അത് അത്ര നമുക്ക് രസിക്കൂല. പക്ഷെ സന്ദേശം എന്ന പോലത്തെ സിനിമ, വടക്കു നോക്കിയന്ത്രം പോലത്തെ സിനിമ, പൊന്മുട്ടി നടന്ന താറാവ് പോലത്തെ സിനിമ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എത്ര കാലം കഴിഞ്ഞാലും ആ ഹാസ്യം അത് ഇങ്ങനെ കണ്ട ചിരിച്ചു പോകും. അത്രയ്ക്കും ആയുസാണ്, അത്രയ്ക്കും പവർഫുൾ ആണ് അദ്ദേഹത്തിന്റെ എഴുത്തിനും അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിനും ഓരോ ഡയലോഗിനും. ഇതാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് തിരക്കഥ ചെയ്ത എല്ലാ പടത്തിലും ചിലപ്പോൾ കോമഡി വേഷം പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കോമഡി വേഷം നമുക്ക് തോന്നുന്നതാണ്, പക്ഷെ ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിരിക്കും. ചിലപ്പോ ഒരു നെഗറ്റീവ് ടച്ചുള്ള മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, അതിൽ ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു റോളായിരുന്നു. പക്ഷെ നെഗറ്റീവ് ടച്ച് ആണെങ്കിലും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, എന്താ പറയാ, ഒരു സകല കലാ വല്ലഭൻ. അദ്ദേഹം ഡയറക്ഷൻ ചെയ്ത 2 പടമുള്ളൂ. അത് വടക്കു നോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമളാണ്. ഈ 2 കഥാപാത്രങ്ങളും നായകൻ ഇദ്ദേഹം തന്നെയാണ്. അതിലൊരു പ്രധാന കഥാപാത്രം നമ്മളെല്ലാ സിനിമ എടുത്താലും നായകന്മാരെ പറഞ്ഞാല് എല്ലാ കാര്യത്തിലും ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് നിൽക്കുന്ന ആളായിരിക്കും. പക്ഷെ ഈ 2 സിനിമയിലും ഈ നായകൻ ഒരു വില്ലൻ ടച്ചാണ്. ഇപ്പൊ വടക്കു നോക്കി യന്ത്രം എടുത്താൽ കോംപ്ലക്സ് ഉള്ള അദ്ദേഹം ഫുള്ളും ആ നായിക പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോവും അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വന്നിട്ട്. ചിന്താവിഷ്ടയായ ശ്യാമളയിൽ അതേപോലെ തന്നെ നായകനെ വേണ്ട പോലെ ഉപദ്രവിക്കുന്ന ഒരു നായകൻ, ചിന്താവിഷ്ടയായ ശ്യാമള. ഈ 2 കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഡയറക്ഷൻ ചെയ്തത്. അദ്ദേഹത്തിന് ഇനിയും ഡയറക്ഷൻ കിട്ടണമെന്ന് നമ്മളെ മലയാളികൾക്ക് ഒരു കൊതിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടം, അത് അദ്ദേഹവും മുകേഷും കൂടി പ്രൊഡ്യൂസ് ചെയ്തതാണ്. ആ പടത്തിന്റെ പേര് നമ്മൾ കഥ പറയുമ്പോൾ, എന്റെ അമ്മോ, കേരളക്കരെ ഇളക്കി മറിച്ച പടമായിരുന്നു. ആ പടമാണ് റീമേക്ക് ചെയ്തിട്ട് നമ്മളെ രജനികാന്ത് തമിഴിലേക്കും ഷാറുഖ് ഖാൻ ഹിന്ദിയിലേക്കും ചെയ്തത്.
അതിന് മുഖ്യ വേഷം ചെയ്തത് നമ്മളെ ശ്രീനിവാസൻ തന്നെയായിരുന്നു. ഒരു ബാർബറായിട്ടായിരുന്നു. അച്ഛന്റെ നിഴലിൽ ഒതുങ്ങാതെ സ്വന്തമായി വെളിച്ചം കണ്ടെത്തിയ രണ്ടു മക്കൾ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. ഇവരില്ലാതെ ഇന്ന് മലയാള സിനിമയില്ല. അച്ഛന്റെ നിലയിൽ ശ്രീനിവാസൻ അഭിമാനിക്കാം. അദ്ദേഹത്തിന്റെ വിജയമാണിത്. ആരോഗ്യ ബുദ്ധിമുട്ട് കാരണം കുറച്ചു കാലം അദ്ദേഹം മലയാള സിനിമയിൽ സജീവമല്ലാതെ നിന്നിരുന്നു. അതിനിടയിൽ അദ്ദേഹം ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഞാൻ പ്രകാശൻ. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് പടത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വന്തം മകൻ ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമയിൽ നയൻതാരയുടെ അച്ഛനായിട്ടും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പൊതുവേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ കണ്ടിട്ട് നമുക്കൊക്കെ ഒരു ദുഃഖം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീനിവാസനല്ലേന്ന്. ഇന്നാണ് ആ വാർത്ത അറിഞ്ഞത്. നമ്മളെ വിട്ടു പോയിരിക്കാമോ? മലയാള സിനിമയ്ക്ക് ആത്മാവ് നൽകിയ കലാകാരൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നും മലയാള സിനിമയോടൊപ്പം ഉണ്ടാവും. ദാസനായും വിജനായും പവിത്രനായും ഉണ്ണികൃഷ്ണനായും തമ്പിയായും അങ്ങനെ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെയും കഥകളുടെയും തിരക്കഥകളുടെയും അങ്ങനെ നമ്മളെ വിട്ടുപോകാതെ നമ്മുടെ മുന്നിൽ തന്നെ എന്നും അദ്ദേഹം ഉണ്ടാകും. പ്രിയ കലാകാരന് വിട. വിപിൻ വിശ്വനാഥ്.